പെട്ടെന്നാണ് സിദ്ധു അത് ചോദിച്ചത്. ഇന്നലെ ആയുഷ് സാറിൻ്റെ വീട്ടിൽ പോയി വിച്ചു. വിച്ചു സാക്ഷിയെ നോക്കിയപ്പോൾ അവൾ ഒന്നും അറിയില്ല എന്ന രീതിയിൽ കൈമലർത്തി കാണിച്ചു. മറുപടിയൊന്നും പറയാതെ നിന്നപ്പോഴാണ് സിദ്ധു വീണ്ടും അത് ചോദിച്ചത്. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ല എന്നുണ്ടോ? നീ ഇന്നലെ കിച്ചുചേട്ടൻ്റെ കൂടെ ആയുഷ് സാറിനെ കാണാൻ പോയിരുന്നോന്ന്? സിദ്ധുവിൻ്റെ ശബ്ദമുയർന്നതും വിച്ചു ഒന്നും മിണ്ടാതെ തലതാഴ്ത്ത് നിന്നു. ചോദിച്ചതിന് മറുപടി പറയടാ. സിദ്ധു കലിപ്പ് മോഡ് ഓണാക്കിയിട്ടും വിച്ചു സൈലന്റ്. അല്ലെങ്കിലും എനിക്കറിയാം നീ ഞാൻ പറയുന്നതിനൊക്കെ ഇപ്പോൾ പുല്ല് വിലയാണ് തരുന്നത് എന്ന്. വലിയ ആളായില്ലേ, ഇനി എല്ലാം സ്വന്തമായി തീരുമാനിക്കാമല്ലോ. ഏട്ടൻ എന്ന ഒരാളില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിനി ഒന്നും പറയാൻ വരുന്നില്ല. നീയെല്ലാം നിന്റെ ഇഷ്ടത്തിന് ചെയ്തോ. തല്ലുകയോ ഇടിക്കുകയോ എല്ലാം നിന്റെ ഇഷ്ടം. അനിയൻ വളർന്നു എന്ന് ചിന്തിക്കാത്തത് എൻ്റെ തെറ്റ്. എത്ര വളർന്നാലും എൻ്റെ മുന്നിൽ നീ കുഞ്ഞു തന്നെയാണ്. എന്തു പറഞ്ഞിട്ടും ഒന്നും തിരിച്ചു പറയാതെ താഴേക്ക് നോക്കി നിൽക്കുന്ന വിച്ചുവിനെ കണ്ട് സങ്കടം വന്നു എങ്കിലും നിർത്താൻ സിദ്ധു തയ്യാറായിരുന്നില്ല. സാധാരണ ആരെങ്കിലും ഒന്ന് പറയുമ്പോൾ തിരിച്ച് 10 പറയുന്നവനാണല്ലോ. ഇന്നെന്താ വായിൽ നാക്കില്ലേ നിനക്ക്? വാ തുറന്ന് എന്തെങ്കിലും പറയടാ. സിദ്ധു പറഞ്ഞതും വിച്ചു സിദ്ധുവിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. എന്നെ ഇനി വഴക്ക് പറയില്ലേ കണ്ണാപ്പി. എൻ്റെ ഏട്ടൻ പറയുന്നത് എന്തും ഞാൻ കേൾക്കും. പക്ഷേ ഏട്ടനെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അവരോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ആ സമയം എല്ലാം ഞാൻ മറന്നു പോകും. ഏട്ടൻ തന്നെയല്ലേ പറയുന്നത് ഞാൻ ഏട്ടൻ്റെ മോനാണെന്ന്? എൻ്റെ അച്ഛനെ പോലെയല്ല, എൻ്റെ അച്ഛൻ തന്നെയല്ലേ ഏട്ടൻ. ഓർമ്മ വെച്ച നാൾ മുതൽ ഈ നെഞ്ചിൽ കിടന്നല്ലേ ഞാൻ വളർന്നത്. ഓരോ തവണ എൻ്റെ ദേഹത്തൊരു മുറിവ് പറ്റിയാൽ നിറഞ്ഞിരുന്നത് ഈ കണ്ണുകളല്ലേ. എന്നും എൻ്റെ ആഗ്രഹങ്ങൾക്കായിരുന്നു ഏട്ടൻ മുൻഗണന നൽകിയിരുന്നത്. കാനഡയിൽ പഠിക്കാൻ പോകാൻ എല്ലാം ശരിയായിട്ടും അത് വേണ്ട എന്ന് വെച്ചത് എനിക്ക് വേണ്ടിയല്ലേ. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ഒരുപക്ഷെ ഞാൻ ക്ഷമിച്ചു എന്ന് വരും. പക്ഷേ എൻ്റെ ഏട്ടന് നേരെയാണെങ്കിൽ അത് കണ്ടില്ല എന്ന് കാണാൻ എനിക്ക് പറ്റില്ല. സോറി കണ്ണാപ്പി, മനഃപൂർവ്വമല്ല, പറ്റിപ്പോകുന്നതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാകാതെ നോക്കാം. ഉറപ്പ് പറയില്ല ഞാൻ, പക്ഷേ എന്നോട് സംസാരിക്കാതിരിക്കല്ലേ പ്ലീസ്. വെറുതെ കരയണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാതെ പേടിയുണ്ട് വിച്ചൂട്ടാ. അതുകൊണ്ടല്ലേ ഏട്ടൻ മോനെ വഴക്ക് പറയുന്നത്. നീയും സച്ചുവല്ലേ ഉള്ളൂ ഏട്ടന് സ്വന്തമെന്ന് പറയാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതെനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുപോലെ കണ്ണേട്ടന് എന്തെങ്കിലും പറ്റിയാൽ അത് ഞങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല എന്ന് ഓർക്കാത്തതെന്താ? അതുവരെ സൈലൻ്റായി നിന്ന് സച്ചു പറഞ്ഞതും സിദ്ധു അവളെ തന്നെ അരികിലേക്ക് ചേർത്തിരുത്തി. ഇനി ഇതിൻ്റെ പേരിൽ രണ്ടും ഇവിടെ കിടന്ന് കരയണ്ട. ഞാനിനി സൂക്ഷിച്ചോളാം, പോരെ? സിദ്ധുവിനെ 2 സൈഡിലും നിന്ന് പുണർന്നുകൊണ്ടായിരുന്നു സച്ചുവും വിച്ചുവും അതിന് മറുപടി പറഞ്ഞത്. എങ്കിലും കണ്ണാപ്പിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ ആയുഷ് സാറിനെ തല്ലാൻ പോയത്? ആരാ എന്നെ ഒറ്റിയത്? നിന്നെ അതിന് ആരും ഒറ്റിയതല്ലടാ. ഞാൻ റൂമിൽ കിടന്നപ്പോഴാണ് കിച്ചുചേട്ടൻ ഇറങ്ങിപ്പോയത്. ആ പോക്ക് കണ്ടപ്പോഴേ ഞാൻ ഉറപ്പിച്ചതാ ആയുഷ് സാറിൻ്റെ അടുത്തേക്കായിരിക്കും എന്ന്. കിച്ചുചേട്ടൻ വരുന്നത് വരെ നിന്റെ അനക്കവും ഇല്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ എനിക്കൊരു തലവേദന വന്നാൽ അടുത്തതെന്ന് മാറാത്തവനല്ലേ നീ. വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയതാ. നീ ബാക്കിയെല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞു. പോടാ ചേട്ടാ. ബട്ട് സ്റ്റിൽ ഐ ലവ് യു. സ്വന്തം അച്ഛൻ്റെയും ചേട്ടൻ്റെയും അഭിമാനത്തെക്കുറിച്ച് നീ പറഞ്ഞല്ലോ ആരു. അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെയും ചേട്ടൻ്റെയും വാവയായിരുന്നു എൻ്റെ കുഞ്ഞി. ഇടയ്ക്ക് അത് നീ ഓർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നിന്നെ കളയാൻ എനിക്ക് പറ്റില്ല പെണ്ണെ. ദേഷ്യമുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നീ എൻ്റെ ആരുമല്ലാതെ ആകുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. നിനക്ക് നിൻ്റെ അച്ഛനോടും ചേട്ടനോടൊക്കെ സംസാരിക്കാം. പക്ഷേ ഞാൻ ഒരിക്കലും അവരോട് പഴയതുപോലെ സംസാരിക്കില്ല. അതിന് നീ വാശി പിടിക്കരുത്. കല്യാണം കഴിഞ്ഞ് നിനക്ക് വീട്ടിൽ പോകാൻ തോന്നുമ്പോൾ പോകാം, ആരും തടയില്ല. പക്ഷേ ഞാൻ കാണില്ല കൂടെ. അതുപോലെ തന്നെ വിവാഹശേഷം നമ്മൾ നിൽക്കുന്നത് എൻ്റെ വീട്ടിലല്ല, ഞാൻ വാങ്ങിയ ഫ്ലാറ്റിലാണ്. അവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ അടുത്ത്. അവിടെ നിന്നും നിനക്ക് കോളേജിൽ പോകാം. എന്താ, സമ്മതാണോ? ആരുവിൻ്റെ വാടിയ മുഖം കണ്ടതും ദച്ചുവിന് പാവം തോന്നി. കുറേ ദിവസങ്ങളായി മനഃപൂർവ്വം അവളുടെ സങ്കടം കണ്ടില്ല എന്ന് നടിച്ചു. അനിയത്തിയായിരുന്നു വലുത്. അപ്പോഴും ഒരു കാര്യം ഞാൻ മറന്നു. സ്വന്തം അച്ഛനും ചേട്ടനും ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന തൻ്റെ ആരു അവളുടെ സങ്കടം കേൾക്കാൻ താൻ മാത്രമുള്ളൂ എന്ന്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും
അവളെ ഇനിയും വിഷമിപ്പിക്കാൻ അവനാകില്ലായിരുന്നു. വർഷങ്ങളായി തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നവളാണ്. മറ്റൊന്നും ചിന്തിക്കാതെ ആരുവിനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തപ്പോൾ ആദ്യം അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അതൊരു പൊട്ടിക്കരച്ചിലാകാൻ അധിക സമയം വേണ്ടി വന്നില്ല. ഇനിയും എന്നെ ഇട്ടിട്ട് പോകലേ ലച്ചുവേട്ടാ, പിന്നെ ആരും കാണില്ല. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൾ പറഞ്ഞതും അവന് ആ നിമിഷം തൻ്റെ പെണ്ണിനോട് തോന്നിയത് വാത്സല്യമാണ്. സോറിടാ, എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇനി ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ വിഷമിപ്പിക്കില്ല. എൻ്റെ ആരുമല്ലേ, ഇങ്ങനെ കരയാതെ. അവളുടെ കരച്ചിൽ കുറഞ്ഞതായി തോന്നിയതും അവളുടെ നെറ്റിയിൽ ആദ്യമായി ചുംബിച്ചു അവൻ. അത്രയേറെ കരുതലോടെ, വാത്സല്യത്തോടെ, പ്രേമത്തോടെ. ദിവസങ്ങൾ ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. ഇന്നാണ് സിത്തു കുറേ ദിവസത്തെ അവധി കഴിഞ്ഞ് കോളേജിലെത്തിയത്. തലയിലെയും കാലിലെയും ഒക്കെ മുറിവ് ഉണങ്ങിയെങ്കിലും കയ്യിലേക്കിട്ട് അഴിച്ചിട്ടില്ല. ആഹാരം കഴിക്കാൻ സമയമായി മിസ്റ്റർ. മനുഷ്യന് വിശന്നിട്ട് വയ്യ. നീയൊന്ന് വരുന്നുണ്ടോ സിത്തു? ക്യാൻറ്റീനിലേക്ക് പോകാൻ അർജുനാണ് പറഞ്ഞത്. ഞാൻ വരാടാ, നിങ്ങൾ അങ്ങോട്ട് നടന്നു. അത്യാവശ്യമായി ഒരു കോള് ചെയ്യാനുണ്ട്. സിത്തു പറഞ്ഞതും പിന്നീടൊന്നും സംസാരിക്കാതെ അവർ ക്യാൻറ്റീനിലേക്ക് നടന്നു. ഫോൺ ചെയ്ത് കഴിഞ്ഞ് ക്യാൻറ്റീനിലേക്ക് ചെന്ന സിത്തു കാണുന്നത് എല്ലാവരും ആഹാരം കഴിക്കുന്നതാണ്. എന്നാൽ രണ്ടുപേരും മാത്രം തന്നെ കാത്തെന്ന പോലെ പാത്രം തുറക്കാതിരിക്കുന്നു. അത് കണ്ടതും അവനൊരു ചിരിയോടെ അവരുടെ അടുത്ത് പോയിരുന്നു. എന്താ പെണ്ണെ ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത്? ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ. കണ്ണേട്ടൻ കൂടി വരട്ടെ എന്ന് വിചാരിച്ചു. ഇതും പറഞ്ഞ് സച്ചി പാത്രം തുറന്നതും ആദ്യത്തെ ഉരുള അവൻ്റെ നേർക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ഓരോ തവണ സച്ചി കൊടുക്കുന്നത് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൻ അവളോട് കഴിക്കാൻ പറയുന്നുണ്ട്. ഇടയ്ക്ക് ഓരോ ഉരുള വിച്ചുവിൻ്റെ വായിലേക്കും അവൾ വെച്ചു കൊടുത്തു. തികച്ചും അവരുടേത് മാത്രമായ ലോകം. അമിതമായ സ്നേഹപ്രകടനങ്ങളില്ല. കലിപ്പൻ്റെ കാന്താരിയല്ല. എങ്കിലും തമ്മിലൊരു നോട്ടം കൊണ്ട് പോലും ഒരാളുടെ മനസ്സിൽ എന്താ എന്ന് മറ്റൊരാൾ പറയും. രണ്ടുപേർക്കും വിച്ചു എന്നാൽ ജീവനും. ആഹാരം കഴിച്ചു കഴിഞ്ഞ് വെറുതെ മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു സിദ്ധുവും അർജുനും. ബാക്കി എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. എന്താടാ അർജു, നിനക്കൊരു വിഷമം പോലെ? ഒന്നുമില്ലടാ. സ്നേഹ 2 ദിവസമായി സംസാരിക്കുന്നില്ല. സംസാരിക്കുന്നില്ലേ? കാരണം എന്താ? നീ അവളെ എന്തെങ്കിലും ചെയ്തോ? ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. അവൾ വീട്ടിൽ വന്നപ്പോൾ ഞാൻ റെക്കോർഡ് എഴുതുമായിരുന്നു. പുറകിൽ കൂടി വന്ന് പെണ്ണ് എന്നെ പേടിപ്പിച്ചു. എഴുതിക്കൊണ്ടിരുന്ന റെക്കോർഡ് തെറ്റിയ ദേഷ്യത്തിൽ കൊടുത്തു ഒരെണ്ണം. പെണ്ണ് അതിൻ്റെ പിണക്കത്തിലാണ്. കൂടിപ്പോയ 2 ദിവസം കൂടി, അത് കഴിഞ്ഞാൽ വരും. പിന്നെ ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ കല്യാണം കഴിഞ്ഞ് കൊടുക്കുന്നതിൽ നിന്ന് ഒന്ന് കുറയ്ക്കാം. അതെന്താടാ, നീ അവളെ അടിച്ച് പഠിപ്പിക്കാനാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? നീ എന്തിനാ സിദ്ധു എന്നോട് വഴക്കിനിരിക്കുന്നത്? കല്യാണം കഴിയുമ്പോൾ അതൊക്കെ സ്വാഭാവികമല്ലേ. എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അഡ്ജസ്റ്റ്മെൻറ്റ്? പുച്ഛം തോന്നുന്നൂടാ എനിക്ക് നിന്നോട്. നിനക്ക് പുച്ഛം തോന്നാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോടാ. പിന്നെ ഇപ്പോൾ നീ പറഞ്ഞതെന്താ? പെണ്ണിനെ അടിച്ചല്ല ആണത്തം കാണിക്കേണ്ടത്, അവളെ പൊന്നുപോലെ നോക്കിയാണ്. ഓരോ തവണ അവളുടെ നേർക്ക് കൈ പൊന്തിക്കുമ്പോൾ നീയൊരു കാര്യം ഓർക്കണം അർജു. നിന്റെ കൂടെ വരുന്നത് വരെ അവളൊരു അച്ഛൻ്റെ രാജകുമാരിയായിരുന്നു. ചേട്ടൻ്റെ കുഞ്ഞി പെങ്ങളായിരുന്നു. അവരൊന്ന് നുള്ളി പോലും വേദനിപ്പിക്കാതെ ആയിരിക്കും വളർത്തിക്കൊണ്ട് വന്നത്. നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു വിശ്വാസമുണ്ട്, അവരുടെ രാജകുമാരിയെ നീ നന്നായി നോക്കുമെന്ന്. അതിൻ്റെ ഇടയിൽ 1000 തവണ ആ ചേട്ടൻ തൻ്റെ കുഞ്ഞിപ്പെങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും, ഒരു വിളി അകലെ ആ ചേട്ടൻ അനിയത്തിക്ക് വേണ്ടി ഉണ്ട് എന്ന്. സ്വന്തം വീട്ടിൽ 10 മണിക്കായാലും ഉണരാത്തവൾ നിന്റെ വീട്ടിൽ രാവിലെ 6-ന് ഉണരും. എല്ലാവരെയും സ്വന്തം പോലെ നോക്കും. നിന്റെ കാര്യങ്ങൾ ഒന്നും അവൾ മുടക്കം വരാതെ ചെയ്യും. ആരും ഒരു വാക്കുപോലും നല്ലത് പറഞ്ഞില്ല എങ്കിലും ആ പരിഭവമെല്ലാം രാത്രി നിന്റെ ഒരു ചേർത്ത് പിടിയിലൂടെ ഇല്ലാതെയാകും. കാരണം നീയാണ് അവളുടെ ലോകം. നിനക്ക് വേണ്ടി അവൾ എന്തും സഹിക്കും. നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ ഒന്നിക്കേണ്ടവരാണ്. അതുകൊണ്ട് പറയുവാ ഞാൻ, ഒരിക്കലും പെണ്ണിനെ ഉപദ്രവിക്കരുത്. തെറ്റ് കണ്ടാൽ വഴക്ക് പറയാം, പക്ഷേ കൈ വെക്കരുത്. അവൾ ചപ്പാത്തി പലക കൊണ്ട് ഒന്ന് തിരിച്ചു തന്നാൽ തീർന്നു നീ. പക്ഷേ ഒരു പെണ്ണും അങ്ങനെ തരില്ല. കാരണം താലി കെട്ടിയവനാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവൾക്കെല്ലാം. സ്വന്തം കൈ മുറിഞ്ഞ് സ്റ്റിച്ചിട്ടാലും ഭർത്താവിൻ്റെ കയ്യിൽ ഉറുമ്പ് കടിക്കുന്നത് സഹിക്കാൻ പറ്റാത്തവളാണ് കൂടുതൽ ഭാര്യമാരും. അവൾ നമ്മളെ അങ്ങനെ സ്നേഹിക്കുമ്പോൾ നമ്മളും അവരെ അങ്ങനെ തന്നെ നോക്കണം. അതായിരിക്കണം നട്ടലുള്ള ആണൊരുത്തൻ ചെയ്യേണ്ടത്. നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാമുകൻ്റെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടിയാൽ
അതാവൻ്റെ സ്നേഹമെന്ന് വിശ്വസിക്കുന്ന കാമുകിമാരെ പറഞ്ഞാൽ മതി. ഒന്ന് കിട്ടിയാൽ തിരിച്ചൊന്ന് കൊടുക്കണം അവന്. അതായിരിക്കണം പെണ്ണ്. അല്ലാതെ ചേട്ടൻ്റെ സ്നേഹമല്ലേ. ഒരടി കൂടി ഞാൻ താങ്ങുമെന്ന് പറഞ്ഞവളല്ല. 21-ാം നൂറ്റാണ്ടായില്ലേ. ഇനിയെങ്കിലും മാറി ചിന്തിച്ചാൽ ചിന്തിക്കുന്നവർക്ക് കൊള്ളാം. ഡാ സിദ്ധു, ഈ പറയുന്ന നീ സാക്ഷിയെ അടിച്ചിട്ടില്ലേ ഇതുവരെ? ഒന്നും പോടാ, വെറുതെ എന്നെ ഉപദേശിക്കാൻ വരാതെ. കല്യാണം കഴിഞ്ഞിട്ട് വർഷം 1 പോകുന്നു. നീയൊന്ന് ചോദിച്ചു നോക്ക്, ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന്. ഇതുവരെ അറിഞ്ഞുകൊണ്ട് ഞാൻ അവളെ നോവിച്ചിട്ടില്ല. അവൾ എന്നെയും. ദേഷ്യം വരുമ്പോൾ കണ്ണ് പൊട്ടുന്ന ചീത്ത പറയാറുണ്ട്, പിണങ്ങി നടക്കാറുണ്ട്. പക്ഷേ ഒരു പിണക്കവും ആ രാത്രിക്ക് അപ്പുറം പോകാറില്ല. എത്രയൊക്കെ വഴക്കിട്ടാലും അവളെ നെഞ്ചിൽ ചേർത്ത് പിടിക്കാതെ ഇപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലടാ. ഒരു കാര്യം ഞാൻ പറയാം, ആത്മാർത്ഥ പ്രണയമാണെങ്കിൽ തൻ്റെ പങ്കാളിയെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ മറ്റൊരാൾ ശ്രമിക്കില്ല. കഥകളിലും സിനിമകളിലുമെല്ലാം ആദ്യം അടിച്ചിട്ട് പിന്നെ ഡ്യുവറ്റ് കാണാൻ പറ്റും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയല്ല. അതുകൊണ്ട് മോൻ ഇനിയെങ്കിലും ഒന്ന് മാറി ചിന്തിക്കാൻ നോക്ക്. അല്ലാതെ അവളെ ഇനി ഉപദ്രവിച്ചു എന്നറിഞ്ഞാൽ അവളുടെ ചേട്ടനെന്ന നിലയിൽ നിന്നെ ഞാൻ നന്നായി തന്നെ ഒന്ന് കാണും. ദിവസങ്ങളും മാസങ്ങളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാതെ കടന്നുപോയി. വിച്ചുവും സാക്ഷിയും അവരുടെ കോളേജ് ലൈഫ് അടിച്ചു പൊളിച്ചപ്പോൾ സിദ്ധു ക്ലാസ്സും വർക്കും കമ്പനിയുമെല്ലാമായി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലും. എത്ര ടെൻഷനാണെങ്കിലും സാക്ഷിയുടെ ശബ്ദം അല്ലെങ്കിൽ വിച്ചുവിൻ്റെ വിളി അവൻ ഒക്കെ മറക്കും. നാളെയാണ് സംഭവബഹുലമായ സച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആനിവേഴ്സറി. കയ്യിലുള്ള പോക്കറ്റ് മണി കൊണ്ട് അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ് സച്ചു. കൂടെ തന്നെ വാല് പോലെ വിച്ചുവും. ജെൻ സെക്ഷനിൽ പോയി സിദ്ധുവിന് ചേരുന്ന ഷർട്ട് കുറേ നോക്കി. അവസാനം ബ്ലാക്ക് കളർ ഷർട്ട് എടുത്തു അവൾ. എൻ്റെ അമ്മാളു, അല്ലെങ്കിൽ തന്നെ ഏട്ടന് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഭ്രാന്താണ്. അതിൻ്റെ കൂടെ ഇനിയും വേണോ? എനിക്ക് ഈ ഷർട്ട് ഇഷ്ടമായി വെച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിന് ചേരുന്ന മുണ്ടെടുത്തിട്ട് ഒരു ഷർട്ട് കൂടി എടുക്കാം. എനിക്ക് ഈ ബ്ലാക്ക് ഷർട്ട് അത്രയ്ക്ക് ഇഷ്ടമായി, അതുകൊണ്ടല്ലേ. എടുത്തോ. പക്ഷേ ഷോപ്പിംഗ് എല്ലാം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ സാധനം എനിക്ക് വാങ്ങിത്തരണം. അല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് എന്നെ കിട്ടില്ല, കേട്ടല്ലോ. ഒരു പാക്കറ്റ് ഐസ്ക്രീം അല്ലേ, ഞാൻ വാങ്ങിത്തരാം. വാക്ക് മാറ്റില്ല, പ്രോമിസ്. എങ്കിലെടുത്തോ, ഞാൻ വെയിറ്റ് ചെയ്യാം. ദച്ചുവേട്ടാ, സച്ചിയെ കല്യാണത്തിന് കുറച്ച് ദിവസം മുൻപ് വീട്ടിലേക്ക് സിദ്ധുവേട്ടൻ വിടാൻ സമ്മതിക്കൂ? ഡ്രസ്സ് എടുക്കാൻ പോലും അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകാനല്ലേ പറഞ്ഞത്. സിദ്ധുവേട്ടൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൾ വന്നതുമില്ല. ഡ്രസ്സ് എടുക്കാൻ നിന്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഉള്ളത് കൊണ്ടല്ലേ അവൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ കല്യാണ സാരി എടുക്കാൻ എൻ്റെ കൂടെ അവർ 2 പേരും വന്നില്ലേ. സിദ്ധു ഇല്ലാതെ കുഞ്ഞിയെ മാത്രം അവൻ വിടില്ല. 3 പേരോടും വീട്ടിൽ വന്ന് നിൽക്കാൻ പറയണം ഇനി. അവൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ആകെയുള്ളൊരു പെങ്ങളാണ്. ആൻറ്റിയും മംഗളും എന്തു പറയുന്നു? 1 വർഷം ആകാറായില്ലേ. ഇനിയെങ്കിലും ഈ ശീതസമരം ഒന്ന് അവസാനിപ്പിച്ചൂടെ? 2 പേർക്കും മിണ്ടണമെന്നൊക്കെയുണ്ട്. കുഞ്ഞിയോട് ചെറുതായിട്ട് സംസാരിക്കുകയും ചെയ്യും. പക്ഷേ സിദ്ധുവിനെ കാണുമ്പോൾ ഒരുതരം കുറ്റബോധമാണ്. ഒരു തവണ അവളെ കേൾക്കാൻ മനസ്സ് കാണിച്ചുവെങ്കിൽ ഇങ്ങനെ ആവില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തയാണ് 2 പേർക്കും ഇപ്പോൾ. ഞാനായി ഒന്നും പറയാൻ നിന്നില്ല, എന്തെങ്കിലും ആവട്ടെ. നാളെയാണ് കുഞ്ഞിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. സിദ്ധു വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ സർപ്രൈസ് പാർട്ടിയുണ്ട്. അവളോട് പറയരുത് എന്നാണ് ഓർഡർ. നാളെ വൈകിട്ട് നീ റെഡിയായി നിന്നാൽ മതി, ഞാൻ വരാം. നമുക്ക് ഒരുമിച്ച് പോകാം. നിന്റെ ചേട്ടൻ എൻ്റെ അനിയത്തിയോട് അറിയാതെയെങ്കിലും ചെയ്ത ഒരു നല്ല കാര്യമാണ് അവരുമായുള്ള കല്യാണം നടത്തി എന്നത്. അതിന് മാത്രം എനിക്ക് അവനോട് നന്ദിയുണ്ട്. എന്തിനാ തെച്ചുവേട്ടാ വീണ്ടും വീണ്ടും അത് പറയുന്നത്? എല്ലാം കഴിഞ്ഞ കാര്യമല്ലേ. സങ്കടത്തോടെ ആരു ചോദിച്ചതും ഒന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു അവൻ. അറിയാം നിനക്ക് അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇഷ്ടമല്ല എന്ന്. പക്ഷേ ചില സമയം അറിയാതെ പറഞ്ഞു പോകുന്നതാണ് മോളൂസേ. ഇനി പറയാതിരിക്കാൻ ശ്രമിക്കാം ഞാൻ. പക്ഷേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. പിന്നെ നിന്റെ ചേട്ടനെന്ത് പറയുന്നു? അവൻ്റെ അനക്കമൊന്നും ഇല്ലല്ലോ ഇപ്പോൾ. അച്ഛൻ കമ്പനിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളെല്ലാം ആയുഷ്മോനായിട്ടല്ലേ സംസാരം. അവനോട് പോയി പറയാൻ വന്ന ദേഷ്യത്തിൽ ഞാനും പറഞ്ഞു. പിന്നീട് സിദ്ധുവാണ് പറഞ്ഞത് എന്തോ കാര്യമായ ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പുവേട്ടൻ ഇപ്പോൾ കോളേജിൽ നിന്ന് കുറച്ച് ദിവസം ലീവാണ്. കല്യാണത്തിന് വരും. പിന്നെ ഇവരുടെ കമ്പനി പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ. കാര്യം എന്താ എന്ന് വ്യക്തമായി എനിക്കറിയില്ല. എങ്കിലും സച്ചിയുടെ പേരിലുള്ള പ്ലോട്ട് വിറ്റ പൈസയൊന്നും പോരാ പ്രശ്നം സോൾവാക്കാൻ എന്ന് മാത്രം അറിയാം. എന്തോ തിരിമറി. സച്ചി അവർക്ക് അത് എഴുതി കൊടുക്കണ്ടായിരുന്നു. സിദ്ധുവിന് നേരെയുള്ള അറ്റാക്ക്.
അവൾ ആകെ പേടിച്ചു പോയി. പണത്തിനേക്കാളും വലുത് അവനാണെന്ന് പറഞ്ഞല്ലേ എല്ലാം കൊടുത്തത്. അവൾക്കൊന്നും വേണ്ട എന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോഴുള്ള മറുപടി ആവശ്യത്തിലധികം ഇപ്പോൾ തന്നെ സിദ്ധു സമ്പാദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും വിഷയമല്ല എന്ന്. പിന്നെ നമ്മളെന്ത് പറയാനാ? നീ വാ, സമയം ഒരുപാടായി. ഹോസ്റ്റലിൽ കയറേണ്ടതല്ലേ? അവരോട് പറയണേ നാളെ നീ നൈറ്റ് കാണില്ല എന്ന്. വീട്ടിൽ പോകുവാന്ന് പറ. അതിന് നമ്മൾ നാളെ പോയി വരില്ലേ രാത്രി തന്നെ? ഇല്ലടി, അവിടെയാണ് സ്റ്റേ. സിദ്ധു പറഞ്ഞതാ. നിന്നെ അവനെന്ന് വിളിച്ചോളും. ഇനി വിളിച്ചില്ല എന്നൊക്കെയുള്ള പരാതി വേണ്ട. കുഞ്ഞി എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ പണ്ടത്തെ പോലെയല്ലല്ലോ. എവിടെയോ എന്തോ ഒരു ഗ്യാപ്പ്. പിന്നെ എൻ്റെ സ്വഭാവം അതിന് കാരണമാണെന്ന് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. രാത്രി എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ട് സിദ്ധു കണ്ണു തുറന്നതും അടുത്ത് സാക്ഷിയെ കണ്ടില്ല. വാഷ്റൂമിൽ പോയതായിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു കിടക്കാൻ പോയപ്പോഴാണ് ബാൽക്കണിയിൽ നേരിയ വെട്ടം കണ്ടത്. അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി അവിടെ ചെന്ന് സിദ്ധു കാണുന്നത് ബാൽക്കണിയുടെ സൈഡിലുള്ള ടേബിളിൽ ഒരു ചെറിയ കേക്ക് സെറ്റ് ചെയ്തതാണ്. ചുറ്റിനും കാൻഡിൽസ് ഉണ്ട്. കേക്കിൻ്റെ അടുത്ത് തന്നെ വിച്ചുവും. പെട്ടെന്നാണ് രണ്ട് കൈ അവനെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചത്. ഹാപ്പി ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി മൈ ലവ്. അവൻ്റെ ചെവിയോരം അവൾ പറഞ്ഞതും വിച്ചുണ്ടെന്ന് നോക്കാതെ സിദ്ധു അവളെ നെഞ്ചോട് ചേർത്ത് നെറുകയിൽ ചുംബിച്ചു. ബാക്കി റൊമാൻസൊക്കെ ഈ കേക്ക് കട്ട് ചെയ്തിട്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയി ഗോട്ടിൻ്റെ ബാക്കി സീരീസ് കാണാൻ. നാളെ എന്തായാലും കോളേജ് ഇല്ലല്ലോ. വിച്ചു ടെററായതും രണ്ടുപേരും ചിരിച്ചുകൊണ്ട് കേക്ക് കട്ട് ചെയ്ത് തമ്മിൽ കൊടുത്ത് വലിയ പീസ് വിച്ചുവിൻ്റെ വായിലും വെച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ എൻ്റെ കപ്പിൾസ് ഇവിടെ റൊമാൻസിച്ചോ. വിച്ചുമോൻ പോയി ബാക്കി കാണട്ടെ. ഒരു ത്രില്ലിൽ വന്നപ്പോഴാണ് ഈ അമ്മാള് വന്ന് ഉറക്കം കളഞ്ഞത്. അപ്പോൾ പിന്നെ ഗുഡ് നൈറ്റ്. രാവിലെ ആരും എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്, ഞാൻ ഉണരില്ല. വിച്ചു പോയത് മുതൽ സിദ്ധുവിൻ്റെ കണ്ണുകൾ സാക്ഷിയിലായി. എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് വേണ്ടി സർപ്രൈസ് തരാനായോ എൻ്റെ സച്ചു? വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടൻ തന്നെ പലപ്പോഴും ഓരോ ആവശ്യത്തിന് തന്ന പൈസയാണ്. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിഫ്റ്റൊന്നും ഇല്ലേ എനിക്ക്? കഴുത്തിൽ മുഖം ചേർത്ത് സിദ്ധു ചോദിച്ചതും ഒന്നുകൂടി അവനിലേക്ക് ചേർന്ന് നിന്ന് രണ്ട് കൈയും അവളുടെ ഇടുപ്പിലേക്ക് വെച്ചു പെണ്ണ്. ഞാനല്ലേ ഏട്ടൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. സിദ്ധുവിൻ്റെ മുടികളിൽ കൈകോർത്ത് സാക്ഷി പറഞ്ഞതും അത് മനസ്സിലാക്കി എന്ന പോലെ അവൻ അവളെയും എടുത്ത് ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത ഊഞ്ഞാലിലേക്കിരുന്നു.